കൊണ്ടൊരു കളിമുറ്റം വിദൂരമേതുദേശം ഹലോ ഗൈസ്. സോ അപ്പോൾ ഇന്നാണ് നമ്മുടെ കോളേജിൽ വൈറ്റ് കോട്ട് സെറമണി തരുന്ന ഡേ. സോ അപ്പോൾ ഞാൻ 1:30 വൈറ്റ് കോട്ട് സെറമണി ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ടൈം എത്രയായി? 1:32 ആയി. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നടക്കുന്നേ ഉള്ളൂ. സോ ഞാനങ്ങനെ സെമിനാർ ഹാളിനകത്ത് കയറിയിരിക്കുകയാണ്. നമുക്കിവിടെ അസൈൻഡ് ആയിട്ട് സീറ്റൊക്കെ ഉണ്ട്. ദേവി, ഓക്കെ, എന്റെ സീറ്റ് ഇവരുടെ രണ്ടുപേരുടെയും നടുക്കാണ് കേട്ടോ. ഈ ഓർഡറിലാണ് പേര് വിളിക്കുക. പേര് വിളിക്കുമ്പോ പേര് വിളിക്കുന്നവര് വരണം കേട്ടാ. പോയി അതേപോലെ സീറ്റ് വന്നിരിക്കുക. ഫാത്തിമാബി പറയൂ, ഇന്നാണ് വൈറ്റ് കോട്ട് ഇടുന്നത്, എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നില്ല. വൈറ്റ് കോട്ട് ഇട്ടിരുന്നില്ല, കയ്യിൽ തരുന്നതാണ്. അടുത്ത് പറ, ഇന്ന് വൈറ്റ് കോട്ട് കിട്ടും നമുക്ക്. അപ്പൊ ആ ഒരു ഫീലിംഗ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരാഴ്ച മുമ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് ഓക്കെ, നമുക്കിനി ദേവിയുടെ ചോദിക്കാം. ദേവി, വൈറ്റ് കോട്ട് ഇന്ന് കിട്ടും, എന്തെങ്കിലും? എനിക്ക് ഗ്രാജുവേഷൻ സെറമണി ഇല്ലാത്ത കാരണം ഇതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കോളേജിൽ വൈറ്റ് കോട്ട് സെറമണി ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എക്സൈറ്റഡ് ആണോന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പ്രാവശ്യമായിട്ടുണ്ട്, വലിയ ഫീലിങ്സ് ഒന്നും, വലിയ സീനൊന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യല്ലേ? Every auspicious beginning starts with seeking blessings. May I invite Miss Archana R. അപ്പോൾ തീർച്ചയായിട്ടും ആ മേഖലയിലുള്ളവർക്ക് മാത്രമാണ്, എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് മാത്രമല്ല. നമുക്കറിയാം, മേഖല എന്ന് പറയുന്നത് നഴ്സസ് ഉണ്ട്, പാരാമെഡിക്കൽ ഉണ്ട്, മനഃശാസ്ത്രം എന്ന് പറയുന്നത് അതും മനസ്സിന്റെ ആരോഗ്യം നോക്കലാണ്. അത്തരത്തിലുള്ള പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണ് ഇത് ധരിക്കാനുള്ള അവകാശം. നിങ്ങളുടെ അടുത്ത് വരുന്ന വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ചഞ്ചലപ്പെട്ടിരിക്കുന്ന ഒരു മൊമെന്റിലാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് തീരെ നിവൃത്തിയില്ലാന്ന് തോന്നുമ്പോൾ മാത്രമാണ് വേറൊരു ആളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുള്ളൂ. അങ്ങനെ വൾനറബിൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പവർ ഉണ്ട്, അല്ലെ? സോ ഇറ്റ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. Learn, grow, and use my knowledge to promote mental well-being and serve society with empathy. This I pledge. Gratitude and appreciation for gracing this occasion with her valuable presence. We now അങ്ങനെ വൈറ്റ് കോട്ട് കിട്ടി ഗൈസ്, കണ്ടോ? വൈറ്റ് കോട്ട് കിട്ടി. സോ ഇനി നമുക്ക് ജ്യൂസ് എന്തോ കഴിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മള് ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതെ, ഇങ്ങനെ ഞാൻ കാണിക്കാം. വിഷമിക്കണ്ട, എല്ലാരെയും കിട്ടി. സഫ, സോ ഗൈസ്, അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഡ്രിങ്ക്സ് എന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ അവരുടെ കയ്യിൽ പഴംപൊരി കണ്ടു. പഴംപൊരിയും ഡ്രിങ്ക്സും എങ്ങനെ മാച്ച് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. ചായ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. സോ നമ്മൾ പഴംപൊരിയും ചായയും കുടിക്കാൻ പോവുകയാണ്. ഇതൊരു ലോങ് ക്യൂ ആണ്. എന്തായാലും പഴംപൊരിയും ചായ ഇല്ല, അതിന് പകരം വെള്ളം, ലൈം ജ്യൂസ് ഉണ്ട്. നമുക്കത് കുടിക്കാം.
നല്ല പഴംപൊരിയാണ് ഗൈസ്. ഡോണയാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ. അതെ, ഡോണ സൂപ്പറാണ്. ഡോണ ശോകമാണ്. പണ്ട് ഞാൻ ടേസ്റ്റ് ആണ്. നീല പറയണ്ട ഇങ്ങനെയല്ല കേട്ടോ. ഒരു വ്ളോഗർ എന്ന് പറയണ്ടല്ലോ, നല്ല ആക്റ്റീവ് അല്ലേ ഐഷ? ദേവിനെ പോലെ നീ എന്റെ ചാനൽ കണ്ടിട്ടുണ്ടോ? പിന്നെ നിന്ന് എങ്ങനെ പറഞ്ഞേ? ജഡ്ജിങ് ബിഫോർ നോയിങ് മീ. നമ്മൾ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ട്രാൻസിഷൻ വീഡിയോ എന്തെങ്കിലും ട്രാൻസിഷൻ ഇടാനാ, ക്ലാസ് ഗ്രൂപ്പിൽ ട്രാൻസിഷൻ ഇടാനായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. സോ ഗൈസ്, നമ്മളിപ്പോ ഫോട്ടോഷൂട്ട് അല്ല അങ്ങനെ നമ്മൾ ഓരോ കോളേജിന്റെ മുക്കും മൂലയും നടന്ന് നമ്മൾ വീഡിയോ എടുക്കുകയാണ് ഗൈസ്. അമ്മേ, കൊറേ വീഡിയോ ആയി, ഫോട്ടോ ആയി. ഇന്നത്തെ ഈ ഒരു വൈറ്റ് കോട്ട് സെറമണിയുടെ ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.